ഐ തിങ്ക് തോമസ് മാത്യുവിനും എനിക്ക് മാത്രമാണ് ഇന്ന് കുറച്ച് സ്ട്രെസ്സ് ഉള്ളത്. നിങ്ങൾക്കാർക്ക് സ്ട്രെസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ വിഷയമെന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മെൻ്റൽ ഹെൽത്ത് കൂടിപ്പോയ ഒരാളെന്നുള്ള നിലയ്ക്കാണോ എന്നെ വിളിച്ചത്, അതോ അതില്ലാത്ത ആളാണ് എന്നുള്ള ധാരണയിലാണോ എന്നെ വിളിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്, ഇൻ എനി കേസ് ഐ എം നോട്ട് ക്ലിനിക്കലി ഐ എം നോട്ട് ക്വാളിഫൈഡ് ടു ബി എ സൈക്യാട്രിസ്റ്റ്. എനിക്ക് ഔദ്യോഗികമായ യാതൊരു ക്വാളിഫിക്കേഷനും ഈ വിഷയത്തെ പറ്റിയില്ല. എന്നാൽ ആലോചിച്ചപ്പോൾ ഉണ്ട്. അതെന്താണ്? ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളാരെയും കൺസൾട്ടേഷൻ വരാത്ത ഞാൻ ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഐ എം ഫെയർലി കോൺഫിഡൻറ്റ് അബൌട്ട് മൈ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ രണ്ട്, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, സാഹിത്യത്തെ ഉപാസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, മനുഷ്യ മനസ്സിനെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാരെക്കാൾ കൂടുതൽ എഴുത്തുകാരാണ് എന്ന് ഞാൻ പറയും. ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലിൽ നിന്ന് മനസ്സിലാക്കുന്ന അത്രയും മനഃശാസ്ത്ര വിജ്ഞാനീയം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. കൈ കഴുകിക്കൊണ്ട് നടക്കുന്ന മാക്ബത്തിൻ്റെ ഭാര്യയെ ചിത്രീകരിച്ച ഷേക്സ്പിയറിന് അറിയാവുന്ന അത്രയും സൈക്യാട്രി നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എഴുത്തുകാരനും അക്കാഡമിക് പാണ്ഡിത്യം കൊണ്ടല്ല, ബൈ ഹിസ് ഇൻസ്റ്റിങ്ക്റ്റ്, മനുഷ്യ മനസ്സിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാൾക്ക് മനസ്സിനുള്ളിലേക്ക് പ്രവേശനം കിട്ടും. നിങ്ങൾക്കും പ്രവേശനം കിട്ടും ഈ വിജ്ഞാനത്തോടൊപ്പം ഇത്തിരി സ്നേഹം കൂടി ഉണ്ടെങ്കിൽ. എഴുത്തുകാരൻ്റെ സ്നേഹവും സൈക്യാട്രിസ്റ്റിൻ്റെ അറിവുമുണ്ടെങ്കിൽ യു ക്യാൻ ഡു വണ്ടേഴ്സ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആവശ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് സമൂഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് മെൻ്റൽ ഹെൽത്ത്, ഈ മാനസികാരോഗ്യം എന്നൊരു പ്രശ്നമുണ്ട് എന്ന്, അതൊരു വലിയ വിഷയമാണ് എന്ന് അംഗീകരിക്കാൻ സമൂഹം തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. പണ്ടൊക്കെ എന്താണ് നമ്മൾ പറയുക, മലയാളി വലിയ രസികനാണല്ലോ. നിങ്ങൾ എത്രയെങ്കിലും വർഷം കൊണ്ട് പഠിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകളെ മുഴുവൻ മലയാളി ഒരൊറ്റ വാക്കിൽ സംക്ഷേപിച്ചിട്ടുണ്ട്. അതായത് ഓൾ യുവർ സൈക്യാട്രിക് വിസ്ഡം ഹാസ് ബീൻ സബ്സ്യൂംഡ് ഇൻ വൺ വേർഡ് ബൈ ദി വെരി ഇൻട്രസ്റ്റിംഗ് മലയാളി. വട്ടാണ്. അവന് വട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾ യുവർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ, ഹ്യൂമൻ മൈൻഡ്, മലയാളി അതിനകത്ത് സബ്സ്യൂം ചെയ്യും. എല്ലാ എൻ്റയർ സ്പെക്ട്രം. അതൊരു ലാഘവബുദ്ധിയോട് കൂടിയിട്ടാണ് പറയുന്നത്. അതിനകത്തൊരു കുസൃതിയുണ്ട്, ഒരു ഒക്കെയുണ്ട്. പക്ഷേ ദാറ്റ് ഓഫ് കോഴ്സ് ഓവർ സിംപ്ലിഫൈസ് എവറിത്തിങ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാനസികാരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമ്മുടെ സമൂഹം തയ്യാറായി എന്നത് ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ് ഫോർവേഡ്. ഞങ്ങൾ ഈ സർക്കാരിലൊക്കെ ജോലി ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ വികസന ഇൻഡെക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, PQL ഇൻഡെക്സ് എന്നൊരു സംഗതിയുണ്ട്. കേരളത്തിൽ PQL വളരെ നല്ലതാണ്. ഞങ്ങൾക്കെല്ലാം വീടുണ്ട്, കക്കൂസുണ്ട്, കുപ്പയുണ്ട്, സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്, കൃഷിഭവനുണ്ട്, ഞങ്ങൾക്ക് എല്ലാം റോഡുണ്ട്, ഉണ്ട്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വളരെ ഹൈയാണ്. ഓൺ പാർ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നൊക്കെ അടിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഉളുപ്പുമില്ല. ഡൽഹിയിലൊക്കെ പോയി എത്രയോ മീറ്റിങ്ങുകൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അതൊക്കെ കുറച്ച് കുടുവാണെന്നുള്ളത് നമുക്കറിയാം. അവിടെ ബീഹാറിൻ്റെ മുമ്പിൽ നമ്മൾ വളരെ കേവനാണ്, എന്നാൽ കേവന്മാരുടെ മുമ്പിൽ നമ്മൾ ബീഹാറാണ്. നമ്മളൊക്കെ അടിക്കും. അപ്പോൾ ഈ PQL നിന്ന് ഈ മൈൻഡിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദ മെൻ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കേരളം വളരെ പുറകിലാണെന്ന് എനിക്ക്. ഇത് രണ്ടും കൂടെ നന്നായിയാണ് TQL എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ സംഭവം ഉണ്ടാക്കാം, ടോട്ടൽ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഇപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാണ്, മെൻ്റൽ ക്വാളിറ്റി ശരിയല്ല എങ്കിൽ പിന്നെ ഫിസിക്കൽ ക്വാളിറ്റി തന്നെ ഉടനെ തന്നെ ദോഷമായിക്കോളും. കാരണം ഇവൻ തന്നെ അറിഞ്ഞു പൊട്ടിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു ടോട്ടൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകണമെങ്കിൽ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യമുള്ളതായി തീരണം എന്നുള്ള തിരിച്ചറിവാണ് ഇതിൻ്റെ പിന്നിൽ. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കേരളീയ സമൂഹത്തെ പറ്റി പറയുന്നത്, മനുഷ്യരാശിയെ പറ്റി ഒന്നും സംസാരിക്കാൻ ഞാനൊരു പ്രവാചകനല്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ കേരളത്തെപ്പറ്റി, നമ്മൾ ജീവിക്കുന്ന കേരളത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, നിങ്ങളോട് പങ്കിടണമെന്നുണ്ട്.
ഐ തിങ്ക് വി ആർ വൺ ഓഫ് ദ മോസ്റ്റ് ന്യൂറോട്ടിക് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ്. എൻ്റെ അഭിപ്രായമാണ്. ഞാൻ പോയതിന് ശേഷം നിങ്ങൾ തെറ്റാണെങ്കിൽ എന്നെ തെറി പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ദീസ് ആർ മൈ അസംഷൻസ്. വൺ ഓഫ് ദ മോസ്റ്റ് ന്യൂറോട്ടിക് സൊസൈറ്റി. അതിനെന്താ കാരണം എനിക്ക് മനസ്സിലായില്ല. പണ്ട് കേരളത്തിന് ചിരിക്കാൻ കഴിയുമായിരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോഴാണ് ഈ ഇന്ത്യയിലെ ഈ കാർട്ടൂണിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും മലയാളികളായിരുന്നു. ശങ്കർ തൊട്ട് താഴോട്ട്, അബു ആയാലും ശരി, ശങ്കർ ആയാലും ശരി, OV വിജയൻ, കാർട്ടൂണിസ്റ്റ് എല്ലാം മലയാളികളാണ്. The quality of a cartoonist is that he can laugh at things. He can look at life at the lighter side and highlight ഒരു പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റിയോടെ ആണെങ്കിലും അതിന് ഒരു ലൈറ്റർ സൈഡിൽ he can convey the truth. He can laugh at himself. അങ്ങനെ നമ്മളെപ്പറ്റി തന്നെ ചിരിക്കാനും ഒരു ചിരിയോടുകൂടി ജീവിതത്തെ കാണാനും സാധിച്ചിരുന്ന ഒരു മലയാളി ഇപ്പോഴും ഉണ്ട്. കില്ലിങ് ഹ്യൂമർ ഇല്ലെന്നല്ല, പക്ഷേ അതിനകത്തൊരു ഇന്നസെൻറ്റ് ഹ്യൂമർ അല്ല. മലയാളിയുടെ ഹ്യൂമർ ഈസ് നോ ലോങ്കർ ആൻ ഇന്നസെൻറ്റ് ഹ്യൂമർ. അതിനകത്തൊരു വിഷ്യസ്നെസ് ഉണ്ട് ആ ഹ്യൂമറിന്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോന്ന് സിനിമയൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരു വിഷ്യസ് ഹ്യൂമറാണ്, ഒരു ഇന്നസെൻറ്റ് ഹ്യൂമറല്ല. എനിവേ നമ്മൾ ചിരിക്കും ഇല്ലെന്നല്ല. പക്ഷേ അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദിസ് സൊസൈറ്റി? ഞാൻ ന്യൂറോട്ടിക് സൊസൈറ്റി എന്ന് പറയാൻ ഐ ഡോണ്ട് നോ വെദർ ദി വേർഡ് ഈസ് കറക്റ്റ് ഓർ നോട്ട്, സയൻറ്റിഫിക്കലി അപ്രോപ്രിയേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കോമൺ പാർലൻസ് ഐ തിങ്ക് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആളുകളെല്ലാം ഹൈപ്പറാണ്, നോർമൽ സെൻസ്. ആരും നോർമലല്ല എന്ന് വെച്ചാൽ ഞാനീ പറയുന്നത് ഒരു നാടൻ ഭാഷയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ, നോട്ട് ഇൻ ദ സയൻറ്റിഫിക് സെൻസ്. എന്ന് പറഞ്ഞാൽ ഇത്ര റോഡ് റേജ്, ഉദാഹരണത്തിന് ഇത്ര ഈ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾ യാതൊരു ലക്കാനവും ഇല്ലാതെ, യാതൊരു നിയമത്തിനും വിധേയമാകാതെ തോന്നിയ പാട് ഓടിയിട്ടാണ് ഓരോ ദിവസവും ഈ റോഡിൽ ഈ നടക്കുന്ന കുരുതി. ഇൻഫാക്ട് 1 week ago a 21-year-old boy in my family, എൻ്റെ അമ്മാവൻ്റെ മകൻ രാത്രി 1 മണിക്ക് മരിച്ചുപോയി ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ. അവൻ്റെ അമ്മാവനും ഇതുപോലെ വേറൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അങ്ങനെ എത്ര പേര് ഇപ്പോൾ എനിക്കറിയാവുന്നുള്ളതുകൊണ്ട് എവ്രി ഡേ സ്കൂട്ടർ ആക്സിഡൻറ്റ്, മറ്റേ ആക്സിഡൻറ്റ്. എന്താണ് ഈ റോഡ് ഇത്രയും അൺസേഫ് ആണെങ്കിൽ shouldn't that individual be aware of the fact that the road is very unsafe, so I should drive very safely? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിത്തിരിച്ചൊക്കെ പോവുക. ഈ സൊസൈറ്റിയിൽ വേറെ ഒരുപാട് റോഡ് റേജ് മാത്രമല്ല സൂയിസൈഡിൻ്റെ കാര്യത്തിൽ ഓഫ്കോഴ്സ് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെ പറ്റിയൊക്കെ ഇവിടെ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചു. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സൂയിസൈഡ് ഇവിടെ നടക്കുന്നത്? അതിനൊരു കാരണം ഉണ്ടാവും. ആ പർട്ടിക്കുലർ കാരണമല്ല, ആ സൂയിസൈഡിലേക്ക് നയിച്ച ആ രംഗമല്ല ഞാൻ പറയുന്നത്. അതിന് പിന്നിലൊരു കാരണമുണ്ട്. നമ്മുടെ വിഭവശേഷിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആസ്പിറേഷൻസ്. എനിക്കിപ്പോൾ അംബാനിയുടെ ഭാര്യയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നത് ജെറ്റ് എയർക്രാഫ്റ്റാണ്. എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ച വല്ല ലക്ഷ്യമുണ്ട്. ജെറ്റ് പോയിട്ട് നമുക്ക് വിമാന ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചു വന്നില്ല. എന്നാലും അയൽവക്കാരൻ ചെയ്തില്ലേ, എന്നാലും സിംഗപ്പൂർ ഹോളിഡേക്ക് പോക്കണേ, കടം വാങ്ങിച്ചിരിക്കുകയാണ്, 25% പലിശയ്ക്ക് കടം വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും ആരെങ്കിലും കാണിക്കാനായിട്ട് കാണിക്കും. വി ഹാവ് ബിക്കം ഹൈ പ്രിറ്റൻഡേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഷോ ഓഫിൻ്റെ ആളുകളായി മാറിയിരിക്കുകയാണ്. ഞാൻ ആത്മകഥ പറയുകയല്ല. ഞാൻ ഈ വയസ്സുകാലത്ത് I'm 72. എൻ്റെ ഏജ് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണമെന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുന്നവർക്കാണ് ഏജ് ഒരിക്കലും ആവില്ല അവർക്ക്. കണ്ട് ഞാനൊരു നടി, ഞാൻ പലർക്കും പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിൽ ഞാൻ പറയുകയാണ്. ഒരു നടി പിന്നെ എൻ്റെ അച്ഛൻ സംവിധാനം ചെയ്തൊരു സിനിമ, അന്ന് 1963 അല്ല 64 നെഹ്റു മരിക്കുന്ന വർഷമാണ്. ആ നടിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നടി വന്നു അഭിനയിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ മകന് ഞാനുമായിട്ട് 7 വയസ്സിൻ്റെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. I was 12 years old and she was 19 apparently 20. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് എൻ്റെ ഷഷ്ടിപൂർത്തിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് I saw an interview by her. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ 50ാം വയസ്സ് പിറന്നാൾ കഴിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിക്ക് 60 വയസ്സായപ്പോൾ എന്നെക്കാൾ 7 വയസ്സ് കൂടുതലുണ്ടായിരുന്ന ആളിന് 50 വയസ്സായി. അങ്ങനെയുള്ള ഏജിങ് എനിക്ക് വിഷയമല്ലാത്തതുകൊണ്ട് I am 72. At the age of 72 I constructed a house. ഞാൻ പറഞ്ഞു വരുന്നു, ഒരു ചെറിയ വീട് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ എന്നോട് പലപ്പോഴും സാർ ഇത്ര ചെറിയ വീട് എന്തിനാണ്, ഒരു വലിയ വീട് ഉണ്ടാക്കിക്കൊടുക്കും. അപ്പോൾ ഞാൻ പറയുന്നു, വയസ്സുകാലത്തിന് ബാങ്കിലൊക്കെ ലോൺ എടുത്ത അവസാനം ആത്മഹത്യയിൽ അഭയം. ഈ ആളുകൾ ഈ 5000 സ്ക്വയർ ഫീറ്റ്, 7000 സ്ക്വയർ ഫീറ്റ്, 8000 സ്ക്വയർ ഫീറ്റ്, നമുക്ക് കയറി കിടക്കാൻ എത്ര സ്ഥലം വേണം? ഒരു ബെഡ്റൂം വേണം, പോട്ടെ 2 ബെഡ്റൂം വേണം, അതിൽ കൂടുതൽ ആവശ്യമില്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര പേരാണ് മലപ്പുറം ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, ചാവക്കാട്, വർക്കല, ബെൽറ്റിൽ ആവശ്യമില്ലാതെ അവസാനം ഇലക്ട്രിസിറ്റിയുടെ ബില്ല് കൊടുക്കാൻ വരെ കടം വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്. മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ ഈ ഇതിന് പേയ്മെൻറ്റ്.
we have become great pretenders. We are trying to satisfy somebody else's vanity. അവനവൻ്റെ വാനിറ്റി അല്ല, somebody else's vanity about us. അവനവനെ പറ്റി ഒരു വാനിറ്റി ഉണ്ട്, അതല്ല മറ്റവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഞാൻ ഈ വലിയ വീട് വെച്ചില്ലെങ്കിൽ എന്ന് വെച്ച് കളയാം. ആത്മഹത്യ ചെയ്യുന്നത് നമ്മളെ ഉള്ളു കേട്ടോ, കടമില്ല നമുക്ക് വരുള്ളൂ. എന്നാൽ ഇങ്ങനെ സോ മെനി തിങ്സ് പിന്നെ ഹൈ ആസ്പിറേഷൻസ് അൺകപ്പിൾഡ് വിത്ത് റിസോഴ്സസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. അതുപോലെ സർക്കാർ ഓഫീസുകളിൽ നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവുമല്ലോ. എന്തിനാണ് ഈ സർക്കാർ ഓഫീസിലിരിക്കുന്ന ആള് ഈ മനുഷ്യരോട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നത്? ഞാൻ പഴയ ചീഫ് സെക്രട്ടറിയൊക്കെ ആണെന്നൊക്കെ എനിക്കറിയാം, പറഞ്ഞിട്ടല്ല, അമ്നേഷ്യ ബാധിച്ചിട്ടുമല്ല. ഇപ്പോഴും ഞാൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വി ആർ ഗിവിംഗ് ട്രെയിനിങ് ടു ഗവൺമെൻറ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ഈ ചെല്ലുന്നവരുടെ എന്തുകൊണ്ടാണ് മനുഷ്യൻ നന്നായിട്ട് പെരുമാറാത്തത്? ഈ വരുന്നവൻ എൻ്റെ സർവൻ്റ് ആണെന്ന് എന്തിനാണ് അവൻ വിചാരിക്കുന്നത്? ബിക്കോസ് ഹിസ് ഈഗോ ഗെറ്റ്സ് ഇൻഫ്ലേറ്റഡ് വെൻ ഹി മിസ്ബിഹേവ്സ് വിത്ത് സംബഡി. ഞാനൊരു വലിയ സാറാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞത്, അവനോട് 3rd ഗ്രേഡ് ആളായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിരിക്കും കേട്ടോ, പക്ഷേ ഞാനൊരു വലിയ പുള്ളിയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരും ചിലവാകില്ല. ഒരു പാവപ്പെട്ടടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ്റെ മേൽ വെക്കിട്ട് കയറുമ്പോൾ ഹിസ് ഈഗോ സെൻസസ് സ്യൂഡോ സിഗ്നൽ ചെയ്യുന്നത് നീ വലിയ പുള്ളിയാണ്. ഇപ്പോൾ കറക്റ്റ്, ഇതാണ് നിൻ്റെ ശരിക്കുള്ള സ്വയം എന്ന് പറയുന്ന ഈ സ്യൂഡോ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ആളുകൾ ഈ മിസ്ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആളുകൾ കൈക്കൂലി വാങ്ങിക്കുന്നത്? എൻ്റെ ചോദ്യമാണ്. ശമ്പളം വാങ്ങിക്കുന്നവർ എന്തിനാ ശമ്പളം വാങ്ങുന്നത്? ബിക്കോസ് ഹീ ഹാസ് എ സെൽഫ് ഇമേജ് ദാറ്റ് ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ എന്നെ ആളുകൾ മതിക്കും, എന്നാൽ എനിക്ക് അവരെയൊക്കെ കൊച്ചാക്കിക്കൊണ്ട് ജീവിക്കണം. ആളുകളെ കൊച്ചാക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, മനസ്സിലായില്ല? അതിനുവേണ്ടി ഞാൻ പണം ഉണ്ടാക്കും, അതിനുവേണ്ടി ഞാൻ വലിയ കാർ വാങ്ങിക്കും, അതിനുവേണ്ടി വലിയ വീട് വയ്ക്കും. ഈ വാനിറ്റി എന്ന് പറയുന്ന ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ് മലയാളി സമൂഹം. ഇറ്റ്സ് എ ഫാക്ട്. ഇതിനോടൊപ്പം സെൻസ് ഓഫ് ഐസൊലേഷൻ. ഗൾഫിൽ ആളുകൾ പോകുന്നു, പിള്ളേർ അമേരിക്കയിൽ പോകുന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് ഞാൻ തനിക്ക് താനും പുരയ്ക്ക് തോന്നുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ മാത്രം ഒറ്റയ്ക്ക്. അതിനടുത്ത് സ്പൗസിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതർ പേഴ്സൺ ഈസ് വളരുന്നു. അവസാനം സംസാരത്തിൽ അഭയം തേടുന്നു. ഉടനെ ഇത്ര മക്കളുണ്ടായിട്ട് ഞാനിവിടെ ആയിപ്പോയില്ല എന്നുള്ള ഡിപ്രഷനിൽ അവസാനം ജീവിതം അവസാനിക്കുന്നു. ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് എന്താണ് സിഗ്നിഫൈങ് നത്തിങ് എന്ന് പറഞ്ഞതുപോലെ ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് എന്ന് ഷേക്സ്പിയർ ആണല്ലോ പറഞ്ഞത്. എന്ന് പറയുന്നത് നമ്മുടെ മുമ്പാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ക്യൂ നിൽക്കാൻ ഇത്രയേറെ മടിയുള്ള ഒരു സമൂഹം ലോകത്തെങ്ങുമില്ല. ഇംപേഷ്യൻ്റാണ്. മൈ ഈഗോ ഇസ് ഹേർട്ട് വെൻ ഐ ആം ആസ്ക്ഡ് ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ ക്യൂ. മലയാളിക്ക് മാത്രമേ ഉള്ളൂ സൂക്കേട്. ലോകത്ത് ഒരു രാജ്യത്തുമില്ല. ഇൻഫാക്ട് ആരെങ്കിലും ക്യൂ ജമ്പ് ചെയ്താലാണ് അവർക്ക് പ്രശ്നം. മലയാളികൾ ജമ്പ് ചെയ്യും. ഇതുപോലെ എയർപോർട്ടിൽ ജമ്പ് ചെയ്യുന്ന പഞ്ചാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ഒരു ഇന്ത്യൻ ഫാമിലി വരുന്നു, പതുക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മളെ കയറി കൂടെ ഒരു പഞ്ചാബി ഉണ്ടാവുക. പഞ്ചാബിയാണ് നമ്മളെ വെല്ലാൻ ഒരുത്തനെ ഉള്ളു. ഈ നിയമലംഘനത്തിനും ഇത്തരം കാര്യങ്ങളിലാണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേരള സൊസൈറ്റി ഡിപ്രഷനിലും ആങ്സൈറ്റിയിലും സ്യൂഡോ സെൻസ് ഓഫ് ഇമ്പോർട്ടൻസിലും വാനിറ്റിയിലും ഒക്കെ പെട്ട് കിടക്കുകയാണ്. ഐ ഡോണ്ട് നോ, യുവർ ടാസ്ക് ഈസ് എ വെരി കോംപ്ലക്സ് ടാസ്ക്. ഈ എക്സ്ട്രീം കേസസ് ആയിട്ട് ഇപ്പോൾ സെല്ലിൽ അടയ്ക്കുന്നവരെ പറ്റി പറഞ്ഞു, ആ കേസല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങളുടെ കേസാണ്. നമ്മുടെ വിഷയമല്ലത്. ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. സാധാരണ മനുഷ്യൻ, ഇനിയും നിങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത രോഗികളാണെന്നും സമ്മതിച്ചിട്ടില്ലാത്ത സാധാരണ മനുഷ്യരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഐ തിങ്ക് ദ ഹോൾ സൊസൈറ്റി ഈസ് സിക്ക്. ഇതിനെന്താണ് കാരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ എം നോട്ട് എ സോഷ്യൽ സയൻറ്റിസ്റ്റ്. പെർഹാപ്സ് ഫ്രം ദ സ്കൂൾസ്, ഫ്രം ദ കോളേജസിലെ സ്ഥിതിയോ വയലൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഇവന് യാതൊരു സെൻസ് ഓഫ് കമ്പാഷനും ഇല്ലേ? ഇപ്പോൾ വയനാട് വയനാട്ടിലല്ല, നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥൻ്റെ കേസ്, അങ്ങനെ എത്ര കേസുകൾ where students behave like criminals. Young people aspiring to be veterinary surgeons behaving like criminals. കോളേജിൽ സ്വന്തം കൂടെ പഠിക്കുന്നവരെ വെട്ടിക്കൊല്ലുക. വയലൻസ് ഈസ് സോ മച്ച് ഇൻ സൊസൈറ്റി. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞാണ്, സാറേ ശ്രീകാര്യത്ത് രാവിലെ ഒരു കൊലപാതകം, ഇന്ന് രാത്രി ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ അവൻ്റെ പഴയ ശത്രുവിനെ കാത്തിരുന്ന് വെട്ടിക്കൊന്നു. അവൻ വീട്ടിൽ ജയിലിൽ പോയി.